ഞാൻ ഇവിടെ ഈ കട തുടങ്ങിക്കൊണ്ടിരുന്നപ്പം ഇവിടെ മൂലകുന്നില്ല പഴയ KVMS ആശുപത്രി കഴിക്കുന്ന മൂലകുന്നില്ല. കട തുടങ്ങിയപ്പോഴും ഏത് വർഷം അത്? എത്ര വർഷമായി? 1975 ആശുപത്രി. 1975. ഞാൻ അന്ന് 50 കൊല്ലമായി. ഒരു കാറ് കാണാൻ ആഗ്രഹിച്ചു. ഒരു കാറ് ഇതിൽ ഈ റോഡേ പോകുന്നതെന്ന് കാണണം. അത് അത്ര കൊല്ലമായി. കാറൊന്നും ഇല്ല ഇവിടെ. അന്ന് കാറ് കാണണമെന്ന് പറഞ്ഞിങ്ങനെ ആ വളവങ്കല് ഒരു കാറ് വന്ന് കിടക്കുന്നുണ്ട്. ആ വളവങ്കല് ഈ രാജേന്ദ്രന്റെ വീട്ടോട്ട് ഇറങ്ങി പോകാനുള്ള അവിടെ ഒരു വിദ്യാസാറിന്റെ മാന കാറ് കാണാനായിട്ട് ഞാനിങ്ങനെ ഇപ്പം ഒരു കാർ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അംബാസഡറാ. ഞാനിവിടുന്ന് ആ കാറ് കിടക്കുന്നിടം വരെ പോയി കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴേ ഒരാളിരുന്ന് എനിക്ക് വലിയ പരിചയം അന്നത്തെ കാലത്ത് വലിയ ആരെയും അങ്ങനെ പരിചയമില്ല. ഞാൻ തുടങ്ങിയുള്ളൂ ഇവിടെ കട. ഞാൻ നോക്കിയപ്പോൾ ഒരാളിങ്ങനെ കണ്ണ് നിറഞ്ഞ് കരയുന്നുണ്ട്. കരയുന്നില്ല, കണ്ണുനീര് ഒലിക്കുന്നുണ്ട്. സത്യമാണ് പറയുന്നത്. കണ്ണുനീര് ഒലിക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു പെങ്കൊച്ചുമുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഇരിക്കുക. പ്രായമായ മനുഷ്യനാ. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ നോക്കിയപ്പം കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നു. എന്നാ അടുത്ത് എന്ന് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചിരി മാറി നിന്നാണ് നോക്കിയത്. അടുത്ത് എന്ന് നോക്കിയപ്പം ഇവര് രണ്ടുപേരുടെയും കൂടെ മടിയിൽ ഒരാൾ കിടപ്പുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരാളിനെ കണ്ടില്ല. എന്നോടൊരു മറുപടി ഇങ്ങോട്ട് പറഞ്ഞുമില്ല. ഇവര് ഇങ്ങനെ കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ ഇവിടെ ഡ്രൈവറുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വഴിയാ. ഡെഡ് ബോഡിയാ. അപ്പൊ അവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ കാണാനില്ല. ഞാൻ ചേട്ടൻ മാധവനെ വിളിച്ചു. കയ്യാലെ വെക്കുന്ന മാധവനെ എനിക്കറിയത്തില്ല. ഒരാളിനെ കണ്ടു ഞാൻ വിളിച്ചു. മാധവൻ കൂടെ വന്ന് നോക്കി. ഒരു ഇടവഴിത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിടക്കാൻ മേലാത്തൊരു വെച്ച് താഴോട്ടൊരു ഇടവഴിത്തുണ്ട. മുഴുവൻ വലിയ മുണ്ട കല്ലുമെല്ലാം നിറഞ്ഞ് കിടക്കുക. ഒരു ചെറിയ മഴക്കാലമാണ്. അപ്പോൾ നല്ലൊരു ഓർക്കുക. അപ്പം അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇറങ്ങിപ്പോകാൻ ഒരു മാർഗവുമില്ല. ഏതായാലും വേണ്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ച് കൈക്കകത്ത് ഇങ്ങനെ കൈക്കകത്ത് പിടിച്ച് അങ്ങ് താഴെ കൊണ്ടുപോയി ഇറക്കി കൊടുത്തു. എനിക്ക് വലിയൊരു സന്തോഷം വന്നു. സന്തോഷം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ് കാണാൻ പോയതാണ്. സംഭവം കാറ് കാണാൻ പോയതാണ്. പക്ഷേ അതിൽ വലിയൊരു കാര്യമാണ് ഞാനവിടെ ഞാൻ കൂടിയാൽ സാധിക്കേണ്ടി വന്നത്. എനിക്ക് അത് വലിയൊരു ഇതായി. അത് കഴിഞ്ഞാൽ ഈ തമ്പുരാൻ പറയുന്ന കഥയൊക്കെ ശരിയാണോ? ശരിയാ. എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൽ 10-20 ദിവസം കിടന്നുവെച്ച് മരിച്ച്. ഞങ്ങൾ അവിടെ നിന്ന് ആംബുലൻസ് ഒന്നുമില്ല. അംബാസഡറെ പിടിച്ച് ഇവിടെ വന്ന് ആ വളവിൽ നിർത്തി. താഴോട്ട് മുഴുവൻ ഇടവഴിയാണ്. ഒരു 2-3 പറഞ്ഞ ഇടവഴിയാണ്. കുണ്ടും കുഴിയുള്ള ഇടവഴിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഉണ്ണിച്ചാട്ടനെ വിളിക്കാമെന്നൊക്കെ ആലോചിച്ചു. പോയി വിളിക്കണ്ടേ, മടിയിരിക്കുകയല്ല അമ്മ. അപ്പോൾ നിങ്ങൾ വന്ന് അപ്പോൾ വേറെ ആളെ പിടിച്ച് ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് താഴെ വന്ന്. വെയിറ്റൊക്കെ കുറവായതുകൊണ്ട് താഴെ കൊണ്ടു തന്നു. പക്ഷേ ഒരു അധ്വാന ഫലമാണ്. ഡെഡ് ബോഡിക്ക് വേദനിക്കാതെ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചുമന്ന് താഴെ കൊണ്ട് തന്നു കഴിഞ്ഞാണ്. പിന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്? ഞങ്ങൾ മേനോൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. എവിടെയുള്ള ആളാണ്? നമ്മളെ പൂഞ്ഞാറ്റി തമ്പുരാനെന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നാട്ടുകാരെങ്ങനെയാണ് വിളിക്കുന്നത്? യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് മുരളീധര മേനോൻ. അടുത്ത ബന്ധുക്കളാരോ വലിയ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നല്ലോ കോട്ടയത്തെ? കോട്ടയത്തെ അഡ്വക്കേറ്റ് എന്റെ വല്യച്ഛനാ. അച്ഛന്റെ ചേട്ടനാ ഗോവിന്ദമേനോൻ. എൻ ഗോവിന്ദമേനോൻ. അദ്ദേഹത്തിന്റെ മരുമകനും വളരെ പ്രസിദ്ധനല്ലേ? MP ഗോവിന്ദൻ. ആരോഗ്യമന്ത്രിയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നടത്തിയ അദ്ദേഹമാണ്. അതെ. പഴയൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. പിന്നെ ഇവിടെ വന്ന് പറ്റിയതാ. അപ്പം എടുത്തുകാരനായി. പിന്നെ നമ്മുടെ കുട്ടച്ചേട്ടന്റെ മകളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നത്. പേരെന്താണ്? അങ്ങനെ ഭാര്യയുടെ പേരെങ്ങനെയാണ്? ശാന്തമ്മ.
ആരുടെ മകളെന്നാ പറഞ്ഞത്? കുട്ടച്ചേട്ടൻ്റെ മൂലവെന്ന കുട്ടച്ചേട്ടൻ എല്ലാ ദിവസവും രാവിലെ വടി കുത്തി എല്ലാ വീട്ടിലും വരും. അത് ശരി. അങ്ങനെ ഒരു പഴയ ആളാണ് അദ്ദേഹത്തിന്റെ. ചോദിച്ചിരുന്നോ? 88 നമ്മുടെയൊക്കെ പ്രായമായി. പ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് 84 ഒരു മാസം കൂടി ഉള്ളൂ. അപ്പൊ നമുക്ക് ആഘോഷിക്കണം ശതാഭിഷേകം. നാട്ടുകാരുടെ വകയായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ പുള്ളി ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് പോലും കേട്ടോ ഞാൻ മരിയായിരുന്നു. ഞങ്ങൾ സംഘടിപ്പിക്കട്ടെ ഒരു ശതാഭിഷേകം. 84ാമത്തെ വയസ്സ്. അതാ ശതാഭിഷേകം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്നത് ശതാഭിഷേകം നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെ നമുക്ക് സംഘടിപ്പിക്കാം. ആണല്ലേ? ഇത്തവണ ഒന്ന് വരാൻ പറ്റിയാന്ന് പറഞ്ഞു. അമ്മയുടെ ഓർമ്മ ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞു ഞാനിവിടെ. ഒന്നാമത്തെ നടക്കാൻ മേല. നടക്കുന്നതിനൊക്കെ ഇപ്പൊ തന്നെ പാട്. പിന്നെ ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മുടെ മോഹനാണ്ട് പുതിയൊരു വണ്ടി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. എന്റെ ഒരു വശം തളർന്നു. ആണോ? ആണോ? അത് ശരി. എന്റെ ഒരു വശം തളർന്നു പോയതാ. ആണല്ലേ? കംപ്ലീറ്റ് ബൈക്കത്ത് ഇൻഡോമേരിക്ക് പോയി തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് പിന്നെ 5 ദിവസം കൊണ്ട് ഒരു വാരിയുടെ ഡോക്ടറാവോ? അത്ര പരമേശ്വരനല്ല, അല്ല, ഒരു വാരിയുടെ ഡോക്ടറാണ്. ഓ ശരി. ആ പുള്ളിയുടെ ഡോക്ടറാണോ? അതല്ല 4 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഒരു ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു കാലൊന്ന് പൊക്കാൻ പറഞ്ഞു. ഞാൻ കാലിയടന്ന് പൊക്കി കാണിച്ചു കൊടുത്തു. കൈ രണ്ടും പൊക്കാൻ പറഞ്ഞു. കൈ രണ്ടും പൊക്കി കാണിച്ചു കൊടുത്തു. തലയെ ഞാനൊന്ന് തപ്പി നോക്കിയപ്പോൾ തല മുട്ടയടിച്ചിരിക്കുക. നല്ല മുടിയായിരുന്നു എൻ്റെ അന്ന്, നല്ല മുടിയായിരുന്നു. അത് വടിച്ച് കളഞ്ഞിരിക്കുക. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വടിച്ച് കളഞ്ഞിരിക്കുക അന്നത്തെ കാലത്ത്. എനിക്ക് ദേഷ്യവും വന്നു. ആ അപ്പൊ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ശരീരത്തിലുള്ള മുഴുവൻ രോഗം വടിച്ച് കളഞ്ഞിട്ട് കിടക്കണമെന്ന് അങ്ങനെ കിടക്കണമെന്നല്ലേ? അല്ല, എൻ്റെ ശരീരത്തിലെ ഇല്ല, തലയിലെ മാത്രം മൊത്തം വടിച്ച് കളഞ്ഞ മൊത്തം. ഒന്നാമത്തെ